ഇല്ല, ബാക്കി റീലുണ്ട്, ചുമ്മാ അങ്ങനെ താല്പര്യത്തോടെ. അപ്പം എനിക്ക് കഥകൾ പറയാൻ ഇഷ്ടമാണ്. അപ്പം വിഷു കാലമായതുകൊണ്ട് തന്നെ വിഷു ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കഥ എനിക്ക് ഇവിടെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പണൻസ്, ഘടകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറയാമോ? വിഷുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? കണിക്കൊന്ന. അത് തന്നെയാണ് ഞാൻ കഥ പറയാൻ പോകുന്നതും. കണിക്കൊന്ന എന്ന് പറയുമ്പോൾ ഒരു രസമുണ്ട്, എന്നാൽ കൊന്ന എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമില്ലേ? കൊന്ന മരം കൊന്ന മരം ആരെങ്കിലും കൊന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കൊന്ന മരം എന്നാൽ കൊന്ന മരത്തിന് ഇങ്ങനെ ഒരു അപവാദം വരേണ്ട വന്നതിൽ ഒരു കഥയുണ്ട്. അപ്പം നമുക്ക് പുറകോട്ട് പോകണം, ത്രേതായുഗത്തിലേക്ക്. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ഏത് അവതാരം എടുത്ത ഏത് രൂപമായിരുന്നു ത്രേതായുഗത്തിൽ? അറിയോ? ത്രേതായുഗത്തിലെ ഭഗവാന്റെ, മഹാവിഷ്ണുവിന്റെ അവതാര രൂപം ഏതായിരുന്നു? ആർക്കും അറിയില്ലേ? ശ്രീരാമൻ. ആരെങ്കിലും ഉണ്ടല്ലോ അറിയാവുന്നേ. അപ്പൊ ശ്രീരാമന്റെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതാദേവിയെ തേടി പോവുകയായിരുന്നു. സീതാദേവിയെ തേടി പോയപ്പോഴേക്കും ശ്രീരാമൻ സുഗ്രീവനുമായിട്ട് സഖ്യം കൂടിയപ്പോൾ സുഗ്രീവൻ ഉണ്ടായിരുന്ന ഒരു അപേക്ഷ ഇതായിരുന്നു. സുഗ്രീവന്റെ ജ്യേഷ്ഠൻ ബാലി സുഗ്രീവന്റെ രാജ്യവും സുഗ്രീവന്റെ പത്നിയും എല്ലാം അപഹരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സുഗ്രീവ പത്നിയെയും രാജ്യവും എല്ലാം തിരിച്ചു വേണം എന്ന്, അതിന് സഹായിക്കണം എന്ന് പറഞ്ഞ് ശ്രീരാമനും സുഗ്രീവനും കൂടെയുള്ള സഖ്യത്തിൽ ബാലിയെ കൊല്ലാനായി പോയി. പക്ഷെ ബാലി എന്ന് പറഞ്ഞാൽ അതീവ ബലവാനാണ്. ബാലിയുമായിട്ട് നേരോട് നേരെ നിന്ന് യുദ്ധം ചെയ്താൽ നമ്മുടെ ബലം ബാലിയിലേക്ക് എത്തും. നമ്മുടെ ബലം മുഴുവൻ ബാലിയിലേക്ക് എത്തുന്ന ഒരു അതുല്യ വരം ബാലിക്കുണ്ട്. അപ്പം അതുകൊണ്ട് നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പം ശ്രീരാമന് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ശ്രീരാമൻ ഒരു മരത്തിന് പിന്നിൽ ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്താണ് അതീവ ബലവാനായ ബാലിയെ വധിച്ചത്. അപ്പോ ബാലിയെ കൊന്ന മരം എന്നുള്ള മരമായി മാറി. അങ്ങനെയാണ് കൊന്നമരത്തിന് കൊന്നമരം എന്ന പേര് വന്നത്. പക്ഷെ കൊന്നമരം അപ്പോൾ തന്നെ ശ്രീരാമനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, ശ്രീരാമ, ഞാനല്ലല്ലോ കൊന്നത്, എന്നാലും എനിക്ക് ഈ അപവാദം കേൾക്കേണ്ട വന്നല്ലോ എന്ന്. അപ്പൊ ശ്രീരാമൻ കൊന്നമരത്തോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കഴിഞ്ഞ ജന്മം നീ ഒരു അപവാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെക്കുറിച്ച്, ഈ കുറ്റം ചെയ്യാത്ത ഒരാളെക്കുറിച്ച് നീ അപവാദം പറഞ്ഞത് കൊണ്ടാണ് നീ ചെയ്യാത്ത കുറ്റത്തിന്റെ അപവാദം നീ കേൾക്കേണ്ടി വരുന്നത്. ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോകട്ടെ, നീ കൊന്നമരമായി തന്നെ ഇരുന്നോ, പക്ഷെ നീ നിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. അപ്പോൾ ഇവൻച്വലി നിനക്ക് നല്ലത് വരും എന്നുള്ളത്. പിന്നീട് കൊന്നമരം അങ്ങനെ തന്നെ നിന്നു. ദ്വാപരയുഗത്തിലേക്ക് എത്തി. ദ്വാപരയുഗത്തിൽ നമുക്കറിയാം ശ്രീകൃഷ്ണന്റെ കഥകളും ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ, ഇത് ഗുരുവായൂരുമായിട്ടൊക്കെ ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് കേട്ടോ. നടന്നിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. കേട്ട കഥകൾ വായ്മൊഴിയായി വന്ന് ഞാൻ ഇവിടെ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണന്റെ, നമുക്ക് ഗുരുവായൂരുള്ള കഥ അറിയാലോ. ശ്രീകൃഷ്ണൻ ഉച്ച സമയത്ത് ശാന്തിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ശ്രീകൃഷ്ണനോടൊപ്പം ഒരു ബാലൻ, ഒരു കുട്ടി അവിടെ നിന്ന് കളിക്കാൻ വരികയായിരുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ അവനോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ശ്രീകൃഷ്ണന് അവിടുത്തെ ഒരു പ്രമാണി നല്ലൊരു ആഭരണം ശ്രീകൃഷ്ണൻ ഉപഹാരമായി നൽകി. അപ്പൊ ശ്രീകൃഷ്ണൻ അത് ഈ കൂട്ടുകാരന് കൊടുത്തു. നീ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു മാല കൊടുക്കുകയും ആ ബാലൻ അതിട്ട്, അവിടെ ഒരു തീരെ വകയില്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടി. ആ ബാലൻ അതിട്ട് അവിടെ വിലസി നടന്നപ്പോഴേക്കും ഭഗവാന്റെ ആഭരണം കാണാനില്ല എന്ന് പറഞ്ഞ് തേടി പോവുകയും അങ്ങനെ കുട്ടിയെ കണ്ടുപിടിക്കുകയും, നീ എന്തിനാണ് എന്ന് പറഞ്ഞ് കുട്ടി അധിക്ഷേപിക്കാനായിട്ട് അവന്റെ കഴുത്തിൽ കിടക്കുന്ന മാല എടുത്ത് എറിഞ്ഞത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ ശാപമോക്ഷം കാത്തു നിൽക്കുന്ന കൊന്നമരത്തിലേക്ക്. അങ്ങനെ കൊന്നമരം പൂത്തുലഞ്ഞു. ഈ കഥയൊക്കെ നമുക്കറിയാലോ. കൊന്നമരം പൂത്തുലഞ്ഞു. ശ്രീകൃഷ്ണൻ അശരീരിയായി പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, ഈ ബാലൻ ഞാൻ നൽകിയ മാലധാരം തന്നെയാണിത്, അതാണ് ഈ മരത്തിൽ പൂത്തു നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പിന്നീട് കൊന്നമരം, കണിക്കൊന്ന കണ്ടാൽ നമുക്ക് ഐശ്വര്യമാണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തി. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ ഈ ഒരു വിഷു സമയത്ത് നിങ്ങളോട് പറയാൻ എനിക്ക് ഒരവസരം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ കഥകൾ പറയാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കേട്ട് നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. നമ്മൾ കഥ